ഹലോ, ഏവർക്കും സ്മാർട്ട് പീസ് വളരെ സ്വാഗതം. സുപ്രധാന നിയമങ്ങളാണ് ഇന്നത്തെ ക്ലാസ്. LDCക്കും CPOയ്ക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് സുപ്രധാന നിയമങ്ങൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൗരാവകാശ സംരക്ഷണ നിയമവും അതിലെ സെക്ഷൻസൊക്കെയാണ്. നമുക്ക് നല്ല രസകരമായി ഇത് പഠിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ഓൺലൈൻ ബാച്ചുകൾ, നമുക്ക് LDC, LPUP, LGS എന്നീ പരീക്ഷകൾക്ക് ഓൺലൈൻ ബാച്ചുകളുണ്ട്. രാവിലെയും വൈകുന്നേരവും ലൈവ് ക്ലാസ്സുകളാണ് ഉള്ളത്. ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സുകളാണ്. ഓക്കെ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക്. നമ്മൾ സുപ്രധാന നിയമങ്ങളിൽ നമ്മൾ എന്ത് പഠിച്ചായിരുന്നു? ബാലാവകാശ സംരക്ഷണം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്. മലയാളത്തിൽ പറഞ്ഞാൽ ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം. എന്താണ് ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം? ക്ലിയർ ആണല്ലോ. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്. എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്? അതായത് പൗരാവകാശ സംരക്ഷണം. പൗരാവകാശ സംരക്ഷണം. ഓക്കെ, ഈ അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955 അനുസരിച്ചാണ്. മനസ്സിലായ? എന്താണ് ചോദ്യം? 1955 ഈ പറയുന്ന ഇവിടെ പറയണത് ഈ അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക്, അയിത്തം എന്താണ്? അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ കുറ്റങ്ങൾക്ക് ശിക്ഷ കൊടുക്കുന്നത് 1955 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്, അതായത് 1955 സിവിൽ അവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ്. മനസ്സിലായ? അപ്പോൾ അയിത്താചരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറ്റകൃത്യം നീ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ചെയ്യുകയാണെങ്കിൽ ഏത് നിയമപ്രകാരം? 1955 പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം നമുക്ക്, അല്ലെങ്കിൽ സിവിൽ അവകാശ സംരക്ഷണ നിയമപ്രകാരം നമുക്ക് എന്ത് ലഭിക്കും? ശിക്ഷ ലഭിക്കും. ഓക്കെ, ഈ സിവിൽ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നപ്പോഴാണ് 55. ഡേറ്റ് പറയാവോ? ഒക്ടോബർ അല്ല. ആർക്ക് റിഫ്ലക്ഷൻ ഉണ്ടാകുന്ന നോക്കാം. ആരാണ് പെട്ടെന്ന് പറയണമെന്ന് നോക്കാം. ലോക ക്ഷീരദിനം എന്നാണ്. റിഫ്ലക്ഷൻ പോയിട്ട് ജീവൻ പോലും ഒറ്റണത്തില്ല. എടാ, June 1 June 1 ലോക ക്ഷീരദിനം. November 26 ദേശീയ ക്ഷീരദിനം. സുദർശൻ നവംബർ അല്ലേ പറഞ്ഞത്? പിന്നെ July 1. ഓക്കെ, June 1 ഡോക്ടേഴ്സ് ദിനം കേട്ടോ. July 11 ജനസംഖ്യാ ദിനം. ഓക്കെ, June 1 ലോക ക്ഷീരദിനമാണ്. അപ്പോൾ 1955 June 1 ഏത് നിയമം? സിവിൽ അവകാശ സംരക്ഷണ നിയമം എന്ത് ചെയ്തത് പിള്ളേരെ? നിലയിൽ വന്നത്. ഓക്കെ, ഇനി ഈ സിവിൽ അവകാശ സംരക്ഷണ നിയമം, അല്ലെങ്കിൽ എൻ്റെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പൗരാവകാശ സംരക്ഷണ നിയമം, ഈ പൗരാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ ആദ്യ പേര് ഇങ്ങനെ അല്ലായിരുന്നു. ആദ്യ പേര് തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955. ആദ്യ പേര് എന്താണ്? തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955. ഒന്ന് പറഞ്ഞേ, തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആ തൊട്ടുകൂടായ്മ നിരോധന നിയമം ഇപ്പം അറിയപ്പെടുന്നത് പൗരാവകാശ സംരക്ഷണ നിയമം എന്നാണ്, അല്ലെങ്കിൽ സിവിൽ റൈറ്റ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്നാണ് കേട്ടോ, അല്ലെങ്കിൽ സിവിൽ അവകാശ സംരക്ഷണ നിയമം. ഓക്കെ, തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന സമയത്തെ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. അപ്പം തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. നമുക്കറിയാം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് മുതൽ 1964 വരെയും ആര് തന്നെയാണ് പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. അപ്പോൾ 55 പ്രധാനമന്ത്രി ആര് തന്നെ? ജവഹർലാൽ നെഹ്റു തന്നെ. 1955 പാർലമെന്റ് പാസ്സാക്കിയ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ടിനെ 1976 സെപ്റ്റംബർ 2 ഭേദഗതി ചെയ്യുകയും പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമത്തെ, 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമത്തെ ഏത് വർഷം? 1976 സെപ്റ്റംബർ 2. 1976 സെപ്റ്റംബർ 2 എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തു. എന്താക്കി എൻ്റെ പേര്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്, അല്ലെങ്കിൽ പൗരാവകാശ സംരക്ഷണ നിയമം. മുമ്പത്തെ പേര് തൊട്ടുകൂടായ്മ നിരോധന നിയമം, ഇപ്പോഴത്തെ പേര് പൗരാവകാശ സംരക്ഷണ നിയമം. ഓക്കെ, തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് പിള്ളേരെ? ആർട്ടിക്കിൾ 17. അപ്പോൾ ചോദ്യം എന്ന് പറഞ്ഞേ, തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 17. ഓക്കെ, നമ്മുടെ ഈ നിയമത്തിൽ 17 സെക്ഷൻ ഉണ്ട്. ഏത് നിയമത്തിൽ?
ഈ പൗരാവകാശ സംരക്ഷണ നിയമത്തിൽ 17 സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഈ നിയമം ലംഘിക്കുന്നവർക്ക് പരമാവധി 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. പരമാവധി എത്ര? 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ഓക്കെ, പൗരാവകാശ സംരക്ഷണ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണോ? ആണെന്ന് എത്ര പേർ പറയുന്നു? പൗരാവകാശ സംരക്ഷണ നിയമം ഇന്ത്യ ഇങ്ങനെ തട്ടിയായിരുന്നേടാ. പിന്നെ ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ. കളി കുറച്ച് നേരം കളി ഇവിടെ ഇരുന്ന് ഞാൻ കണ്ടോണ്ടിരിക്കുക. എൻ്റെ മുതുക്കന്മാര് അല്ല അവനെ കൈവക്കിരിക്കുന്ന ഇങ്ങനെയാണ്. നീയൊക്കെ എന്നോട് പിടിച്ചു വെക്കരുത്. എന്നെ നെഞ്ചിൽ ഗോലി കളിക്കുള്ള നീയൊക്കെ കൈകൊട്ടി കളിയാ. ഓക്കെ, പൗരാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിലുടനീളം എന്താണ്? ബാധകമാണ്. ഇന്ത്യ മുഴുവൻ ബാധകമാണ്. ഓക്കെ, അടുത്ത ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഏത് അവകാശം? സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ, 14 മുതൽ 18 വരെ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളാണ് ജാതി, മതം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം എന്ത് ചെയ്യണം? നിരോധിക്കണം. അപ്പൊ എന്തിലൊക്കെ ഉള്ള പിള്ളേരെ? ജാതി, മതം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം എന്ത് ചെയ്യണം? നിരോധിക്കണം. പൊതു നിയമനങ്ങളിൽ എന്ത് ചെയ്യണം പിള്ളേരെ? അവസര സമത്വം ഉറപ്പാക്കണം. പൊതു നിയമനങ്ങളിൽ എന്ത് ചെയ്യണം? അവസര സമത്വം ഉറപ്പാക്കണം. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കണം. ഏതൊഴികെ? സൈനികവും അക്കാഡമിക്കും ഒഴികെ. മനസ്സിലായി? സൈനികവും അക്കാഡമിക്കും ഒഴികെയുള്ള സ്ഥാനപ്പേരുകൾ എന്ത് ചെയ്യണം? നിർത്തലാക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വത്തിലുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ: 1 ജാതി, മതം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കണം. 2 പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കണം. 3 സ്ഥാനപ്പേരുകൾ എന്ത് ചെയ്യണം? നിർത്തലാക്കണം. ഓക്കെ, അടുത്ത പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ വികസനത്തെ പറ്റിയും തൊട്ടുകൂടായ്മയെ പറ്റിയും പഠിക്കുന്നതിനായി 1965 ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയുടെ പേര്? പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ വികസനത്തെ പറ്റി. മനസ്സിലായോ? പറ. പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ വികസനത്തെ പറ്റിയും തൊട്ടുകൂടായ്മയെ പറ്റിയും പഠിക്കുന്നതിനായി 1965 ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ് ഏതാണ്? മൂത്തതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇളയ പെരുമാൾ കമ്മിറ്റി. അപ്പൊ ഇളയ പെരുമാൾ കമ്മിറ്റി ഏത് വർഷം? സുദർശന പറഞ്ഞേ. 1965. എന്തിനു വേണ്ടിയിട്ടാണ് ഇളയ പെരുമാൾ കമ്മിറ്റി? പട്ടികജാതി വിഭാഗം. ഒരു സെക്കൻഡ്, ഒരു കോള്. ഹലോ, ഇളയ പെരുമാൾ കമ്മിറ്റി ഏത് വർഷം? 1965. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ വികസനത്തെ പറ്റിയും തൊട്ടുകൂടായ്മയെ പറ്റിയും പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് കമ്മിറ്റി? ഇളയ പെരുമാൾ കമ്മിറ്റി. ഓക്കെ, ശരി. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ നിയമത്തിലെ പ്രധാന വകുപ്പുകളാണ് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇത്രയും ഒന്ന് എന്ത് ചെയ്യണം? ചോദിക്കണം. ഓക്കെ, ജോബിനെ, അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്ന നിയമം ഏതാണ്? പൗരാവകാശ സംരക്ഷണ നിയമം. ഓക്കെ, ഈ പൗരാവകാശ സംരക്ഷണ നിയമം നിലവിലുള്ള വർഷം തീയതി? 1955 ജൂൺ 1. ഓക്കെ, ഈ പൗരാവകാശ സംരക്ഷണ നിയമത്തിന്റെ ആദ്യ പേരെന്താ? ഓക്കെ, ശരി. ഈ തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലയിൽ വന്ന സമയത്ത് പ്രധാനമന്ത്രി ആരാ? നെഹ്റു. ഓക്കെ, ഈ നിയമം ഏത് വർഷം ഏത് തീയതിയാണ് ഭേദഗതി ചെയ്തത്? സെപ്റ്റംബർ 2. ഭേദഗതി ചെയ്യുന്നതിന് ശേഷം വന്ന പേരാണ് ഏത്? പൗരാവകാശ സംരക്ഷണ നിയമം. അതിന് മുമ്പത്തെ പേരെന്തായിരുന്നു? ഓക്കെ. ഈ തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? 14. ഒരു കല്ലിങ്ങെടുത്താണ് 17. ഓക്കെ, ശരി. പൗരാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിലുടനീളം ബാധകമാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണോ? ശരി. ശരി. ഓക്കെ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വത്തിലുള്ള അവകാശം ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ്? 18 വരെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആ ഒരു 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ആ 3 കാര്യങ്ങൾ? ഇപ്പം നമ്മൾ പഠിച്ച് അതായത്
ആ ജാതി, മതം, ഉം, ലിംഗം, ഉം. പിന്നെ ജന്മം. അയ്യോ അതാ വീണ്ടും കോള് ഒന്ന് പോസിറ്റ് പറ പിന്നെ അവസര സമത്വം, അവസാനത്തെ ഉറപ്പാക്കണം. പിന്നെ അക്കാഡമിക് ലെവലും സൈനിക ഇതും അല്ലാതെ പേര് മറ്റൊന്നും പേര് കൂട്ടിച്ചേർത്തുകൂടാ. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കണം. ഓക്കെ ശരി. ഈ ഇളയ പെരുമാൾ കമ്മിറ്റി ഏത് വർഷം? 1965. ഓക്കെ. എന്തിനായിരുന്നു അവിടെ ഷംന, എന്തിനായിരുന്നു നോക്കാതെ എന്തിനായിരുന്നു ഇളയ പെരുമാൾ കമ്മിറ്റി? കറി പട്ടിക വിഭാഗങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസമായ വികസനത്തിനും പിന്നെ തൊട്ടുകൂടായ്മയെക്കുറിച്ച് പഠിക്കുന്നതിനും. ഓക്കെ ശരി. അപ്പം നമ്മളിനി പഠിക്കാൻ പോകുന്നത് പ്രധാന വകുപ്പുകളെ കുറിച്ചാണ്. മതപരമായ തൊട്ടുകൂടായ്മ നടപ്പിലാക്കുന്നതിനുള്ള ശിക്ഷ, അത് സെക്ഷൻ 3 പറയുന്നത്. മനസ്സിലായ? അപ്പോൾ ഏതാണ് ഈ സെക്ഷൻ? ഞാൻ പഠിക്കുന്ന സെക്ഷൻസ് പഠിച്ചോണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പം മതപരമായ തൊട്ടുകൂടായ്മ നടപ്പിലാക്കുന്നതിനുള്ള ശിക്ഷ ഏതിൽ പറയുന്നു? സെക്ഷൻ 3 പറയുന്നു. അപ്പം മതപരമായ തൊട്ടുകൂടായ്മ നടപ്പിലാക്കുന്ന ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 3. ഓക്കെ. ഇനി ശിക്ഷ പറഞ്ഞുതരാം. മതപരമായി തൊട്ടുകൂടായ്മ കാണിച്ചു കഴിഞ്ഞാൽ, അതിപ്പം ഞാനൊരു മതത്തിൽപ്പെട്ട ആളാണ്, ഇവൻ മറ്റൊരു മതത്തിൽപ്പെട്ട ആളാണ്, ഇപ്പം വേറൊരു മതത്തിൽപ്പെട്ട ആളാണ്. അപ്പം അങ്ങനെ നമ്മളൊരു തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ വിവേചനം കാണിച്ചു കഴിഞ്ഞാൽ ഉള്ള ശിക്ഷയാണ് 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷ. മനസ്സിലായ കേട്ടോ? 1 മാസത്തിൽ കുറയാത്തതും 6 അത് 1-നും 6-നും ഇടയ്ക്ക്, ഒന്നുകിൽ 1 മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 6 മാസത്തിൽ കുറവ്. ഓക്കെ. അപ്പോൾ 1-ൽ കുറയാൻ പാടില്ല, 6-ൽ കൂടാൻ പാടില്ല. തടവ് ശിക്ഷയും 1 രൂപയിൽ 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായ പിഴയും. മനസ്സിലായ? ഓക്കെ. അപ്പം മതപരമായ തൊട്ടുകൂടായ്മ ശിക്ഷ കൊടുക്കുന്ന ഏത് വകുപ്പ് അനുസരിച്ചാണ്? 3 അനുസരിച്ചാണ്. വകുപ്പ് 3 അനുസരിച്ചാണ്. ഓക്കെ. ശിക്ഷ എന്താണ്? 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ ശിക്ഷ. പിഴ 100-ൽ കുറയാത്തതും 500-ൽ കൂടാത്തതുമായ പിഴ. അത്രയേ ഉള്ളൂ. ഓക്കെ. സാമൂഹികമായ തൊട്ടുകൂടായ്മ സെക്ഷൻ 4 ആണ്. മനസ്സിലായ? സാമൂഹിക തൊട്ടുകൂടായ്മ എന്താണ്? സെക്ഷൻ 4 ആണ്. ശിക്ഷ സെയിമാണ്. അതായത് 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ ശിക്ഷ. ഓക്കെ. തടവ് ശിക്ഷ. പിഴ 100-ൽ കുറയാത്തതും 500-ൽ കൂടാത്തതുമായ പിഴ. ഓക്കെ. ശിക്ഷ എന്താണ്? സെയിമാണ്. അപ്പം നമ്മൾ പഠിക്കേണ്ടത് ഈ നിയമം, ഏത് നിയമം? പൗരാവകാശ സംരക്ഷണ നിയമം സെക്ഷൻ 3 എന്താണ്? മതപരമായ വിവേചനത്തിൽ അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ളതാണ് ഏത്? സെക്ഷൻ 3. സെക്ഷൻ 4 സാമൂഹികമായ തൊട്ടുകൂടായ്മ. ഓക്കെ ശരി. അടുത്ത് സെക്ഷൻ 5 ആശുപത്രികളിലും മറ്റും വ്യക്തികളെ പ്രവേശിപ്പിക്കുന്നതിന് വിസമ്മതിച്ചുള്ള ശിക്ഷയാണ് ഏത്? സെക്ഷൻ 5. മനസ്സിലായി? സെക്ഷൻ 5 എന്താണ്? ആശുപത്രികളിലും മറ്റും വ്യക്തികളെ പ്രവേശിപ്പിക്കുന്നതിന് വിസമ്മതിച്ചുള്ള ശിക്ഷയാണ് ഏത്? സെക്ഷൻ 5. ഇപ്പോൾ ഒരാൾ ഒരു ആശുപത്രിയിലേക്ക് ചെല്ലുന്ന സമയത്ത്, മനസ്സിലായ, അയാളവിടെ പ്രവേശിക്കാൻ വിസമ്മതിച്ചു കഴിഞ്ഞാൽ ഈ നിയമത്തിൻ്റെ ഏത് വകുപ്പ് പ്രകാരം? സെക്ഷൻ 5 പ്രകാരം, വകുപ്പ് 5 പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? ശിക്ഷ കൊടുക്കാൻ പറ്റും. എന്ത് ശിക്ഷ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം ശിക്ഷ. 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായ പിഴ ശിക്ഷയും ലഭിക്കും. മനസ്സിലായല്ലോ? ശരി. അപ്പം 3 പറഞ്ഞേ. 3 മതപരമായ തൊട്ടുകൂടായ്മ. ഓക്കെ. തൊട്ടുകൂടായ്മയ്ക്കെതിരെ. 4 സാമൂഹികപരമായ തൊട്ടുകൂടായ്മയ്ക്കെതിരെ. 5 ആശുപത്രികളിലും മറ്റും വ്യക്തികളെ പ്രവേശിപ്പിക്കുന്നതിന് വിസമ്മതിച്ചാണുള്ളത്. ഈ 3-നും ശിക്ഷ 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായ പിഴ ശിക്ഷയും ലഭിക്കും. മനസ്സിലായ? ഓക്കെ ശരി. അടുത്ത സെക്ഷൻ 6. ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ് പിള്ളേരെ, കാരണം പഠിക്കാൻ ഭയങ്കര ഈസിയാണ് ഈ സാധനം. ഇതല്ലേ ഒട്ടുമിക്ക എല്ലാ നിയമങ്ങളും എളുപ്പമാണ്, നമ്മളത് പഠിക്കാനുള്ളൊരു മൈൻഡ് കാണിക്കാത്തതിൻ്റെ വിഷയമുള്ളൂ. ഓക്കെ. ഇതിപ്പോൾ കഴിയും, നമ്മൾ പഠിച്ചിരിക്കുന്നു. ഓക്കെ ശരി. അടുത്ത സെക്ഷൻ 6. എന്താ ഏതില്ലത്തെ എന്താ? ഇല്ല, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് നിനക്ക് ഇല്ലോ മറ്റേ പൂണൂൽ ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ. സാധനങ്ങൾ. സെക്ഷൻ 6 പറയാൻ പോണത്. സാധനങ്ങൾ വിൽക്കുന്നതോ സേവനങ്ങൾ ലഭ്യമാക്കുന്നതോ നിഷേധിക്കുന്നതിനുള്ള ശിക്ഷ. 6 എന്താണ്? സാധനങ്ങൾ വിൽക്കുന്നതോ സേവനങ്ങൾ ലഭ്യമാക്കുന്നതോ നിഷേധിക്കുന്നതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 6. എന്ന് പറഞ്ഞേ. സെക്ഷൻ 6 സാധനങ്ങൾ വിൽക്കുന്നതോ സേവനങ്ങൾ ലഭ്യമാക്കുന്നതോ നിഷേധിക്കുന്നതോ ഉള്ള ശിക്ഷയാണ് എന്ത്?
സെക്ഷൻ 6. മനസ്സിലായോ? ഇപ്പോൾ ഒരാൾ സാധനം വാങ്ങാൻ വേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു സേവനത്തിന് വേണ്ടി വരുന്നു, നമ്മളത് നിഷേധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളത് നിഷേധിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. കേട്ടോ, ഒരു വ്യക്തിക്ക് തൊട്ടുകൂടായ്മയുടെ പശ്ചാത്തലത്തിൽ സാധനങ്ങളും സേവനങ്ങളും നിഷേധിക്കുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്നത് സെക്ഷൻ 6 ഓക്കെ. തൊട്ടുകൂടായ്മയുടെ പേരിൽ ആശുപത്രികളിൽ വ്യക്തികളെ പ്രവേശിപ്പിക്കുന്നതിന് വിസമ്മതിച്ചാലുള്ള ശിക്ഷയെപ്പറ്റി പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 5 ഓക്കെ. സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടത് 6 ശിക്ഷ എന്താ? 1 മാസത്തേക്ക്. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു അത് തന്നെ. 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ തടവും 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായ പിഴ ശിക്ഷയും ലഭിക്കും. മനസ്സിലായ? ഓക്കെ, ശരി. ശിക്ഷ കുറച്ച് കടുപ്പിക്കാറില്ലായിരുന്നു. അടുത്ത് ഏഴാമത്തത് ശ്രദ്ധിച്ച് കേട്ടോണേ. തൊട്ടുകൂടായ്മയിൽ നിന്ന് ഉണ്ടാകുന്ന മറ്റ് കുറ്റകൃത്യങ്ങളുടെ ശിക്ഷയാണ് ഇതിൽ പറയുന്നത് 7. മനസ്സിലായ? ഓക്കെ. അപ്പോൾ തൊട്ടുകൂടായ്മയിൽ നിന്നുണ്ടാകുന്ന മറ്റ് കുറ്റകൃത്യങ്ങളുടെ ശിക്ഷയാണ് ഏത്? 7 പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണേ. 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും കൂടാതെ 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതും പിഴ ശിക്ഷ ലഭിക്കും. ഓക്കെ, ഇനി ഞാൻ ശ്രദ്ധിച്ച് കേട്ടോണേ. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 17 പ്രകാരം തൊട്ടുകൂടായ്മ നിർത്തലാക്കിക്കൊണ്ട് ഒരു വ്യക്തിക്ക് ലഭിച്ച അവകാശം അദ്ദേഹം ഉപയോഗിച്ചതിൻ്റെ പേരിൽ ആ വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ അയാളുടെ സ്വത്ത് വകകൾക്കെതിരെ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷ 2 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും പിഴയുമാണ്. മനസ്സിലായില്ലല്ലേ? മനസ്സിലായില്ല? ഓക്കെ, സൗമ്യക്ക് മനസ്സിലായില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 17 പ്രകാരം എന്ത് ചെയ്തു? ഇപ്പം ഞാൻ തൊട്ടുകൂടായ്മ അനുഭവിച്ചെന്നൊരു വ്യക്തിയാണ് വിചാരിച്ചു. യെസ് വരണം. ആംഗ്യ ഭാഷ വേണ്ട. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 17 പ്രകാരം തൊട്ടുകൂടായ്മ നിർത്തലാക്കിക്കൊണ്ട് ആ വ്യക്തിക്ക് ലഭിച്ച അവകാശം. അപ്പോൾ എനിക്ക് ആർട്ടിക്കിൾ 17 പ്രകാരം ഇവിടെ തൊട്ടുകൂടായ്മ നിർത്തലാക്കി എന്നുള്ള അവകാശം എനിക്ക് എന്ത് ലഭിച്ചു? മനസ്സിലായേ? ഞാനത് അനുഭവിച്ചുകൊണ്ടിരുന്ന ആളാണ്. ആർട്ടിക്കിൾ 17 പ്രകാരം അവകാശം എനിക്ക് എന്ത് ചെയ്തു? ലഭിച്ചു. തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള അവകാശം എനിക്ക് എന്ത് ചെയ്തു? ലഭിച്ചു. അപ്പോൾ ഈ അവകാശം ഞാൻ ഉപയോഗിച്ചു. ഉപയോഗിച്ചു. ആ ഉപയോഗിച്ചതിൻ്റെ പേരിൽ എനിക്കെതിരെ അല്ലെങ്കിൽ എൻ്റെ സ്വത്തുവകകൾക്കെതിരെ കുറ്റകൃത്യം ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷയാണ് 2 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും പിഴയും. മനസ്സിലായ? ഇപ്പോഴും ക്ലിയർ ആയില്ലല്ലേ? ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി തരാം. കേട്ടാ, ഉയർന്ന സമുദായത്തിൽപ്പെട്ടവർ സഞ്ചരിക്കുന്നൊരു വഴി എന്ന് വിചാരിക്കുക. മനസ്സിലായ? തൊട്ടുകൂടായ്മ ഉള്ളത് കൊണ്ട് എനിക്കതുവഴി സഞ്ചരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. എന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 17 പ്രകാരം തൊട്ടുകൂടായ്മ എന്ത് ചെയ്തു? എടുത്തു മാറ്റി. അതായത് അവകാശമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ആ അവകാശം അത് എടുത്തു മാറ്റിയത് കൊണ്ട് ഞാൻ ഈ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നു. അപ്പം ഞാൻ ഈ വഴിയിൽ സഞ്ചരിച്ചതുകൊണ്ട്, അതായത് എനിക്ക് ലഭിച്ച അവകാശം ഞാൻ ഉപയോഗിച്ചത് കൊണ്ട് എനിക്കെതിരെയോ എൻ്റെ എൻ്റെ വീടിന് നേരെയോ എന്തെങ്കിലും അതിക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അതിക്രമം ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് 2 വർഷം തടവോ അല്ലെങ്കിൽ പിഴയോ. തെറ്റല്ലേ? ക്ലിയർ അല്ലേ? ശരി. അപ്പോൾ ആ 2 ഭാഗം മനസ്സിലായല്ലോ പിള്ളേരെ? ഓക്കെ, സെക്ഷൻ 7 തന്നെയാണ് ഈ 2 പറയുന്നത്. സെക്ഷൻ 7 എന്താ പറയുന്നത്? 1 മാസം തൊട്ടുകൂടായ്മയിൽ നിന്ന് ഉണ്ടാകുന്ന മറ്റ് കുറ്റകൃത്യങ്ങൾ ശിക്ഷയാണ് പറയുന്നത് സെക്ഷൻ 7. ഓക്കെ, അതിൽ പറയുന്നത് എന്താണ്? 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതും തടവ് ശിക്ഷയും കൂടാതെ 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതും പിഴ ശിക്ഷ ലഭിക്കും. എന്നാൽ ഈ താഴെ പറഞ്ഞ കണ്ടീഷൻ ആണെങ്കിൽ 2 വർഷം തടവും പിഴയും കിട്ടും. ഈ താഴെ പറഞ്ഞ രീതിയിലാണ് കുറ്റകൃത്യമെങ്കിൽ. മനസ്സിലായ? മറ്റു കുറ്റകൃത്യങ്ങൾക്ക് നേരത്തെ പറഞ്ഞ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് 3 മുതൽ 7 വരെ എന്ത് ചെയ്യാം? അത് പറഞ്ഞു നോക്കാം. 3 എന്താ? മതപരമായ തൊട്ടുകൂടായ്മ. ഓക്കെ, അടുത്ത 4 എന്താ? സാമൂഹികപരമായ തൊട്ടുകൂടായ്മ. 5 ആശുപത്രികളിൽ മറ്റും വ്യക്തികളെ പ്രവേശിപ്പിക്കുന്ന വിസമ്മതിച്ചുള്ള ശിക്ഷ. ഓക്കെ, അടുത്ത് 6 സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷ. ഓക്കെ, അടുത്ത് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുകൂടായ്മ ഉണ്ടാകുന്ന മറ്റ് കുറ്റകൃത്യങ്ങളുള്ള ശിക്ഷ. ഓക്കെ, ഈ 3 മുതൽ 7 വരെയും നമ്മൾ പറഞ്ഞ ശിക്ഷ സെയിമാണ്. 1 മാസത്തിൽ കുറയാത്തതോ 6 മാസത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും 100 രൂപയിൽ കുറയാത്തതോ 500 രൂപയിൽ കൂടാത്തതുമായ പിഴ ശിക്ഷയും ലഭിക്കുന്നു. ആൻസി ഉറങ്ങിയില്ല, ഇങ്ങനെ ആടെയാണ് ഇങ്ങനെ. അത് എനിക്ക് തോന്നുന്നു ഈ ഉറക്കം വരുന്നുണ്ട്.
കഴുത്തോടെ ഇങ്ങനെ ആട്ടിയ കഴുത്തുവേന മാറുന്ന ഏത് ഡോക്ടർ പറയുന്നത്? നീ എന്ത് ഫിസിയോതെറാപ്പിസ്റ്റാ? കറങ്ങി കിടക്കുന്ന പാലോട് മേളയിൽ നീ ഉണ്ടായിരുന്നില്ലേ? ശരി. ഇനി നമ്മൾ പറഞ്ഞു എന്താണ് ആർട്ടിക്കിൾ 17 പ്രകാരം നമുക്ക് ലഭിക്കുന്ന അവകാശം നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ആരെങ്കിലും അതിനെതിരെ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അവന് 2 വർഷം തടവും പിഴയും. ഓക്കെ, ശരി. അടുത്ത തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധമായി, അടുത്ത സെക്ഷൻ 7 പറയാൻ പോകുന്നത്. തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധമായി നിർബന്ധപൂർവം തൊഴിൽ ചെയ്യിക്കൽ. മനസ്സിലായ? അത് ഈ പണ്ട് കാലത്ത് ഈ ഉയർന്ന ജാതിക്കാരുടെ വീട്ടിൽ താഴ്ന്ന ജാതിക്കാർ നിർബന്ധമായും ജോലി ചെയ്യണമെന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അത് ഇപ്പോൾ അവർക്ക് താല്പര്യമില്ലെങ്കിലും അവരെ കൊണ്ട് നിർബന്ധിച്ച് എന്ത് ചെയ്യുമായിരുന്നു? ചെയ്യിപ്പിക്കുമായിരുന്നു. ഓക്കെ, ഇനി ഇത് ഇപ്പം അത് നിയമവിരുദ്ധമായി എന്താണ്? കുറ്റകൃത്യമാണ്. ഒരാളെ തൊട്ടുകൂടായ്മയുടെ പേരും പറഞ്ഞ്, അതായത് ജാതിയിൽ ഉയർന്നവനാണ് താഴ്ന്നവനാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. അത് പറയുന്നത് ഏതിലാണ്? 7A സെക്ഷൻ 7A കേട്ടോ. ഓക്കെ, ശരി. തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ നിർബന്ധപൂർവ്വം തൊഴിൽ ചെയ്യിപ്പിക്കുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിപ്പിക്കുന്ന വകുപ്പാണ് ഏത്? 7A. ഇത് കുറച്ചുള്ളൂ, ഇപ്പം കഴിയുമ്പോഴേ 7A. ശിക്ഷ ശ്രദ്ധിച്ചേരണേ. 3 മാസത്തിൽ കുറയാത്തതും, എത്രയാണ്? 3 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷ. ഓക്കെ, പിഴ നേരത്തെ പറഞ്ഞത് തന്നെ എത്രയാണ്? 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായ പിഴ ശിക്ഷ. മനസ്സിലായ? അതായത് ഈ മുകളിലോട്ട് പറഞ്ഞതിലൊക്കെ മിനിമം 1 മാസമെങ്കിലും ശിക്ഷ കിട്ടത്തുള്ളൂ. മനസ്സിലായ? പക്ഷേ ഇത് മിനിമം എന്താണ്? 3 മാസം ശിക്ഷ കിട്ടും. ഏതിലാണ്? 7A. എന്താ പറയുന്നത് പിള്ളേരെ? ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാള് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളെ തൊട്ടുകൂടായ്മയുടെ പേരിൽ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിച്ചാൽ അയാൾക്ക് എന്ത് കിട്ടും? തുറക്കരുത്. എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, ഇനി ഒരു സെക്ഷൻ കൂടെ പഠിച്ചാൽ മതി പിള്ളേരെ. ആ സെക്ഷനാണ് 11, സെക്ഷൻ 11. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഈ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചു. മനസ്സിലായ? ആവർത്തിച്ചുള്ള കുറ്റകൃത്യത്തിനുള്ള ശിക്ഷയാണ് പിഴയാണ് ഇതിൽ പറയുന്നത്. പണിഞ്ഞ് പറയുന്നത് കേട്ടോ. ഓക്കെ, കുറ്റകൃത്യം ആവർത്തിച്ചാലുള്ള പിഴയെ പറ്റി പരാമർശിക്കുന്നത് വകുപ്പ് 11 വകുപ്പ് 11 ഈ നിയമത്തിന് കീഴിലുള്ള ഒരു കുറ്റത്തിനോ അത്തരം കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുന്നതിനോ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി വീണ്ടും ഇത്തരം കുറ്റകൃത്യം ചെയ്യുകയോ ചെയ്യാൻ പ്രേരണ നൽകുകയോ ചെയ്താൽ കേട്ടോ, രണ്ടാമത്തെ കുറ്റകൃത്യത്തിന് ശിക്ഷ 6 മാസത്തിൽ അവൻ്റെ കഴിഞ്ഞോട്ട് കോട്ടുവാ കഴിഞ്ഞ 6 മാസത്തിൽ കുറയാത്തതും 1 വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷ. എത്രയാണ്? 6 മാസത്തിൽ കുറയാത്തതും 1 വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷ. കൂടാതെ 200 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായി ഇവന്മാർക്ക് 500 മുകളിലൊന്നുമില്ലേടേ. ഓക്കെ, 200 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായ പിഴ ശിക്ഷ. മനസ്സിലായ? നിങ്ങൾക്ക് വല്ല മനസ്സിലായ പിള്ളേരെ? 11 എന്താ? ഒരാൾ ഒരു കുറ്റം ചെയ്തു, അല്ലെങ്കിൽ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചു, അവൻ ആദ്യം പിടിച്ച് ശിക്ഷിച്ചു, എന്നിട്ട് വീണ്ടും അവൻ അത് ചെയ്തു. അത്രേ ഉള്ളൂ. മനസ്സിലായി? അവൻ വീണ്ടും എന്ത് ചെയ്തു? അത് ചെയ്തു. അത് ചെയ്താൽ ഈ രണ്ടാമത് ചെയ്ത സമയത്ത് അപാര കഴിവാണ് കേട്ടോ അത്. വിഴുങ്ങിയതില്ല. ഓക്കെ, ഈ ഒരു 4-5 പോയിട്ടുള്ള പിള്ളേരെ എന്ന് ശ്രദ്ധിച്ചിരി. ഇതൊക്കെ നീയൊക്കെ സ്വന്തമായിട്ട് നിനക്കൊക്കെ ഭ്രാന്തെടുക്കും കേട്ടോ. ഈ രണ്ടാമത്തെ കുറ്റകൃത്യത്തിന് അവനെ കൊണ്ടുപോയി മറ്റേ എന്ത് ചെയ്യത്തില്ല, നേരത്തെ കൂടെ ശിക്ഷ വീണ്ടും കൊടുക്കത്തില്ല, ഇപ്പൊ കൂടും. രണ്ടാമത് തെറ്റ് ചെയ്താൽ 6 മാസത്തിൽ കുറയാത്തതും 1 വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷ. കൂടാതെ 200 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായ പിഴ ശിക്ഷയും ലഭിക്കും. ഓക്കെ, ഇത് ഏതാണ്? രണ്ടാമത് ചെയ്ത. അടുത്ത 3ാമത്തെ കണ്ടീഷൻ പറയുന്നുണ്ട്. 3ാമത്തെ കുറ്റകൃത്യത്തിന് അല്ലെങ്കിൽ 3ാമത്തെ കുറ്റകൃത്യത്തിന് ശേഷമുള്ള ഏതെങ്കിലും കുറ്റകൃത്യത്തിന് 3 മുട്ട അങ്ങോട്ടല്ല ഒരു ശിക്ഷയാണ് കേട്ടോ. 1 വർഷത്തിൽ കുറയാത്തതും 2 വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും 500 രൂപയിൽ കുറയാത്തതും 1000 രൂപയിൽ കൂടാത്തതുമായ പിഴ ശിക്ഷയും ലഭിക്കും. 1000. മനസ്സിലായ? അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ച് നോക്കുമ്പോൾ പരമാവധി പിഴ ശിക്ഷ എത്രയാണ്? 1000. നമ്മൾ പഠിച്ചു വെച്ച് നോക്കുമ്പോൾ പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? 2 വർഷം. മനസ്സിലായ? മനസ്സിലായ അവിടെ? ലാസ്റ്റ് പറഞ്ഞത് ഒന്നുമില്ല, സിമ്പിള്. രണ്ടാമതും കുറ്റം ചെയ്ത് എന്താണ് ശിക്ഷ? 6 മാസത്തിൽ കുറയാത്തതും 1 വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷ. തടവ് ശിക്ഷയും 200 കുറയാത്തതും 500 കൂടാത്തതുമായ പിഴ ശിക്ഷയും. 3ാമതും അല്ലെങ്കിൽ 3ൽ കൂടുതൽ, 3ാമതും വീണ്ടും 3ാമതും കുറ്റകൃത്യം ചെയ്തു,
അല്ലെങ്കിൽ മൂന്നിന് ശേഷമുള്ള കുറ്റകൃത്യത്തിനും എല്ലാം എന്താണ് 1 വർഷത്തിൽ കുറയാത്തതും 2 വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും 500 രൂപയിൽ കുറയാത്തതും 1000 രൂപയിൽ കൂടാത്തതുമായ പിഴ ശിക്ഷയും. ഇത്രയേ ഉള്ളൂ. മനസ്സിലായി? അപ്പൊ നമ്മൾ പഠിച്ച ഏതാക്ടിനെ കുറിച്ചാണ്? അപ്പൊ പൗരാവകാശ സംരക്ഷണ നിയമവും അതിലെ പ്രധാനപ്പെട്ട സെക്ഷൻസ് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഓക്കെ, ഞാൻ ഇപ്പൊ ചോദിക്കാൻ പോവുകയാണ്. അതിന് ഒന്നുകൂടെ പറഞ്ഞുതരാം. 3 എന്താ? മതപരമായ തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള ശിക്ഷ. ഓക്കെ. 4 എന്താ? സാമൂഹികമായ തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള ശിക്ഷ. ഓക്കെ. 5 എന്താ? ആശുപത്രികളിലും മറ്റും പ്രവേശിക്കുന്നത് തടയുന്നതിനുള്ള ശിക്ഷ. ഓക്കെ. 6 സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള ശിക്ഷ. ഓക്കെ. അടുത്ത 7 തൊട്ടുകൂടായ്മയിൽ നിന്നുണ്ടാകുന്ന മറ്റു കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ. ഓക്കെ, ക്ലിയർ ആണല്ലോ? 7 എന്ന് വെച്ചാൽ എന്താണ്? നിർബന്ധിച്ച് ജോലി എടുപ്പിക്കുന്നതിന് തടയാനുള്ള ശിക്ഷ. ഓക്കെ, അപ്പൊ അതിന് ഈ ശിക്ഷ നമുക്ക് ഒന്നുകൂടെ നോക്കാം പിള്ളേരെ. ഓക്കെ, അപ്പോൾ 4 മുതൽ 7 വരെയും ഏത് തന്നെയാണ്? ഒരേ ശിക്ഷ തന്നെ. അതായത് 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ ശിക്ഷ, തടവ് ശിക്ഷയും. പിന്നെ പിഴ 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായ ശിക്ഷ. എന്നാൽ 7 തന്നെ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 17 പ്രകാരം ഒരാൾ അയാളുടെ അവകാശം ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ അയാൾക്കെതിരെയോ അയാളുടെ സ്വത്ത് വകകൾക്കെതിരെയോ കുറ്റകൃത്യം കാണിച്ചാൽ അവിടെ ശിക്ഷ 2 വർഷം വരെ എന്ത് ചെയ്യും? പരമാവധി 2 വർഷം വരെ തടവ് കിട്ടും. ക്ലിയർ ആണല്ലോ? 7A വരുന്ന സമയത്ത് ശിക്ഷ എന്താ? 3 മാസം നിർബന്ധിച്ച് ജോലി എടുപ്പിച്ചു കഴിഞ്ഞാൽ 3 മാസത്തിൽ കുറയാത്തതോ 6 മാസത്തിൽ കൂടാത്തതോ ആയ തടവ് ശിക്ഷയും പിഴ മറ്റേതിനാ 100-500. ഓക്കെ ആണല്ലോ? ഇനി സെക്ഷൻ 11 പറയുന്നത് ആവർത്തിച്ചുള്ള കുറ്റകൃത്യത്തിലുള്ള പിഴയാണ്. ഓക്കെ, അവിടെ എന്താ പറയുന്നത്? രണ്ടാമത് കുറ്റം ചെയ്താൽ 6 കുറയാത്തതും 1 വർഷത്തിൽ കൂടാത്തതുമായ തടവ്. പിഴ എത്ര? 200 കുറയാത്തതും 500 കൂടാത്തതുമായ പിഴ. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞത് മൂന്നാമതും ചെയ്തു അതിന് വീണ്ടും ചെയ്തു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത് ചെയ്തു വീണ്ടും ചെയ്യുകയാണെങ്കിൽ 1 വർഷത്തിൽ കുറയാത്തതും 2 വർഷത്തിൽ കൂടാത്തതുമായ തടവും 500 രൂപയിൽ കുറയാത്തതും 1000 കൂടാത്തതുമായ പിഴശിക്ഷ. ഇത്രയുമാണ് പഠിച്ചത്. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ പൗരാവകാശ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കണ്ണൊക്കെ ചെത്തിട്ടിങ്ങനെ കഴിഞ്ഞോ ആരായിരിക്കും? ശരി, പട്ടി. ഓക്കെ, ആര്യ പറ. 3 തൊട്ടുകൂടായ്മ ശിക്ഷ പറ. 100 രൂപയിൽ കുറയാത്തതോ 500 രൂപയിൽ കൂടാത്തതായ പിഴ. അവിടെ ഷംന 4 പറ. സാമൂഹികപരമായ ശിക്ഷ പറ. 1 മാസത്തിൽ കുറയാത്തത് 6 മാസത്തിൽ കൂടാത്തതായ തടവ് ശിക്ഷ. 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതായ. അവിടെ രശ്മി 5 പറ. തൊട്ടുകൂടായ്മയുടെ പേരിൽ പ്രവേശിപ്പിക്കുന്ന വിസമ്മതിച്ചുള്ള ശിക്ഷ. ശിക്ഷ 100 രൂപയിൽ പിഴ. തടവ് 1 മാസം 6 മാസം. ഓക്കെ, അവിടെ ആര്? 9 6 എന്ന് പറഞ്ഞേ. സാധനങ്ങൾ വിൽക്കുന്നതോ സേവനങ്ങൾ ലഭ്യമാക്കുന്നതോ നിഷേധിച്ചുള്ള ശിക്ഷ. ഓക്കെ, പറ. ശിക്ഷ പറ. കൂടാതായിട്ടുള്ള തടവ്. വർഷം വരുമ്പോൾ തടവ്, പൈസ വരുമ്പം പിഴ. 100-500 പിഴ. ഓക്കെ, 7 പറ. സെക്ഷൻ 7 വെച്ചാൽ ഈ ആവർത്തിച്ച ഞാൻ തല ഇത് ആവർത്തിച്ച മറ്റു തൊട്ടുകൂടായ്മയിൽ നിന്നുണ്ടാകുന്ന മറ്റു കുറ്റകൃത്യങ്ങൾ. ശിക്ഷ എന്താണ്? നേരത്തെ 1 മാസത്തിൽ കുറയാത്തതോ 6 മാസം നേരത്തെ PC ചെയ്യിക്കാൻ പറ്റില്ല. ശിക്ഷ ഇവിടെ പറയണം താങ്കൾ. ഓക്കെ, പിന്നെ 100 കുറയാത്തതോ 500 കൂടാത്തതോ. ആർട്ടിക്കിൾ 17 പ്രകാരം നമുക്ക് ലഭിച്ച അവകാശം നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് അവനെങ്കിലും അയാൾക്കെതിരെയോ അയാളുടെ ഭവനത്തിനെതിരെയോ അയാളുടെ സ്വത്ത് വകകൾക്കെതിരെയോ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ 2 വർഷം 2 കുറയാത്ത തടവും പിഴയും കിട്ടും. ഓക്കെ, അവിടെ സെക്ഷൻ 7A എന്ന് പറഞ്ഞേ. നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിച്ച എന്ത് കിട്ടും ശിക്ഷ? 3 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ തടവും പിഴ നേരത്തെ തന്നെ 100-500. ഓക്കെ, പിന്നെ സെക്ഷൻ 11 ആവർത്തിക്കാറുള്ള. ഓക്കെ, രണ്ടാമത് ചെയ്ത എന്ത് ചെയ്യും സുദർശന?
കൂടാത്തതോ ആയ തടവ്. പിഴ 200-500. ഓക്കെ. അവിടെ ആൻസി, 3 അതിൽ കൂടുതലോ? 1 വർഷത്തിൽ കുറയാത്തതും 2 വർഷത്തിൽ കൂടാത്തതുമായിട്ടുള്ള തടവും 1000 രൂപയിൽ കുറയാത്തതും അല്ല 500 രൂപയിൽ കുറയാത്ത 1000 രൂപയിൽ കുറയാത്തതുമായ ശിക്ഷ. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ പൗരാവകാശ സംരക്ഷണ നിയമം പഠിച്ചിരിക്കുകയാണ്. ഓക്കെ. നമുക്ക് അടുത്ത് ഒരു ബാക്കിയുള്ള നമ്മളിപ്പം കുറേശ്ശെ പഠിച്ചു വരികയാണ്. പക്ഷേ നമ്മൾ ഉടനെ തന്നെ, അതായത് നമുക്കൊരു മെയ് ജൂണൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് സുപ്രധാന നിയമങ്ങൾ ഫുള്ള് നമുക്ക് എന്ത് ചെയ്യണം, ക്ലാസ് കവർ ചെയ്യണം. ഓക്കെ. ചില നിയമങ്ങൾ ഒരു ക്ലാസ് തീരത്തില്ല, കുറച്ച് പഠിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ചെറിയ നിയമം പഠിച്ചാൽ തന്നെ ഇവിടെ പലരും മറ്റേ വെട്ടിയിട്ട വാഴത്തലാണ് കൂടെ കിടക്കുകയാണ്. ഓക്കെ. ഇവന്മാർ രണ്ടുപേരും ഇപ്പം വീട്ടിലായതുകൊണ്ട് രണ്ടൊരു മസിൽ പിടിച്ചൊക്കെ ഇരിക്കുകയാണ്. ജോമിനെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ ഒഴിച്ചോടെ. ശരി, അപ്പോൾ നമുക്ക് കുറച്ച് പഠിക്കാം. ഓക്കെ. ശരി, പയ്യെ തിന്നാൽ പഴയ തിന്നാന്ന് പറയുന്നത്. നമുക്ക് അടുത്ത കാണാം. ടാറ്റാ, ബൈ.